ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-8 വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച് ISRO. ചെറു ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SSLVയുടെ മൂന്നാം പരീക്ഷണവും വിജയം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കാതൽ മികച്ച ചിത്രം, പൃഥ്വിരാജ് മികച്ച നടൻ, ഉർവശിയും ബീന ആർ ചന്ദ്രനും മികച്ച നടിമാർ. വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനിൽ ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ ഡോക്ടർമാർ ഇന്ന് സമരത്തിൽ. ഹോക്കി താരം PR ശ്രീജേഷിന് കൊച്ചിയിൽ ഇന്ന് സ്വീകരണം. വാർത്തകൾ വിശദമായി. ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-8 SRO ഡെമോ പാസഞ്ചർ ഉപഗ്രഹത്തെയും വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച് SSLV D3. ISRO ചെറു ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SSLVയുടെ മൂന്നാമത്തെ പരീക്ഷണമാണ് ഇതിലൂടെ വിജയകരമായത്. മൈക്രോ, മിനി, നാനോ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ശേഷിയും ഇതിലൂടെ തെളിയിക്കപ്പെട്ടു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും രാവിലെ 9:17 വിക്ഷേപണം. പ്രകൃതി ദുരന്ത മുന്നറിയിപ്പ്, വ്യാവസായിക അപകടങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയവയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ EOS-8 സാധിക്കും. ചെന്നൈ ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പാണ് സ്പേസ് റിക്ഷ എന്ന വിശേഷണമുള്ള SRO ചെറു ഉപഗ്രഹം നിർമ്മിച്ചത്. വിക്ഷേപിച്ച് 14 മിനിറ്റിനുള്ളിലാണ് ഉപഗ്രഹങ്ങളെ SSLV D3 നിശ്ചിത ഭ്രമണപഥങ്ങളിൽ എത്തിച്ചത്. ചെറു ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം കുറഞ്ഞ ചെലവിൽ നിർവഹിക്കാൻ SSLVയിലൂടെ സാധിക്കും. SSLV D1, D2, D3 എന്നിവയുടെ വിജയം ബഹിരാകാശത്ത് പുതിയ വഴികൾ തേടാനുള്ള ISROയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായി ISRO ചെയർമാൻ സോമനാഥ് പറഞ്ഞു. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ മികച്ച ചിത്രമായി. ആടുജീവിതത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജ് സുകുമാരൻ നേടി. മികച്ച നടിക്കുള്ള പുരസ്കാരങ്ങൾ ഉർവശിയും ബീന ആർ ചന്ദ്രനും പങ്കിട്ടു. ഉള്ളൊഴുക്ക്, തടവ് എന്നീ ചിത്രങ്ങളിലെ പ്രകടനങ്ങൾക്കാണ് പുരസ്കാരം. മികച്ച നടി രണ്ടാളുകളാണ്. ഒന്ന് ഉർവശി, 2 ബീന ആർ ചന്ദ്രൻ. ചിത്രങ്ങൾ 1 ഉള്ളൊഴുക്ക്, 2 തടവ്. മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ. ചിത്രം ആടുജീവിതം. മികച്ച സംവിധായകൻ ബ്ലസ്സി. ചിത്രം ആടുജീവിതം. മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട. മികച്ച ചിത്രം കാതൽ. സംവിധായകൻ ജിയോ ബേബി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ബ്ലസ്സി നേടി. ഇരട്ടയാണ് മികച്ച രണ്ടാമത്തെ ചിത്രം. മികച്ച ജനപ്രിയ ചിത്രം ആടുജീവിതം. മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ. മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ. പാച്ചുവും അത്ഭുതവിളക്കും എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെ ആൻ ആമി മികച്ച ഗായികയായി. വിദ്യാധരൻ മാസ്റ്ററാണ് മികച്ച ഗായകൻ. കാതൽ എന്ന സിനിമയിലൂടെ പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം മാത്യൂസ് പുളിക്കൽ നേടി. മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ്. 160 ചലച്ചിത്രങ്ങളാണ് പുരസ്കാരത്തിനായി സുദീപ് മിശ്ര അധ്യക്ഷനായി ജൂറി പരിഗണിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിലായിരിക്കും പ്രഖ്യാപനം. ജമ്മു കാശ്മീർ, ഹരിയാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തിടെ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും സന്ദർശനം നടത്തി മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാൻ പൊതുജനങ്ങൾക്കായി തുറന്നു. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 വരെയാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. അടുത്ത മാസം 15 വരെ ഉദ്യാനം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. തിങ്കളാഴ്ചകളിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ല. അമൃത് ഉദ്യാൻ ആഘോഷ പരിപാടികൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്തിരുന്നു. ദേശീയ കായിക ദിനമായ ഓഗസ്റ്റ് 29-ന് അമൃത് ഉദ്യാൻ വീക്ഷിക്കാൻ കായിക താരങ്ങളെ ഇതാദ്യമായി ക്ഷണിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 5-ന് അധ്യാപകർക്കും പൂക്കളുടെ വസന്തം നേരിൽ കണ്ട് ആസ്വദിക്കാൻ പ്രത്യേക ക്ഷണമുണ്ട്. അമൃത് ഉദ്യാനിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ടിക്കറ്റുകൾ രാഷ്ട്രപതി ഭവന്റെ വെബ്സൈറ്റിലും ഗേറ്റ് നമ്പർ 35-ലെ കിയോസ്കിലും ലഭ്യമാണ്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 6ാം ചരമവാർഷിക ദിനമായ ഇന്ന് രാജ്യം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ന്യൂഡൽഹിയിലെ സദൈവ് അടൽ സമാധിയിൽ ഇന്ന് പ്രാർത്ഥനാ യോഗം സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ,
പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ വാജ്പേയിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. രാഷ്ട്രനിർമ്മാണത്തിന് വാജ്പേയി നൽകിയത് സമാനതകളില്ലാത്ത സംഭാവനകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് നിറവേറ്റുന്നതിനായി തുടർന്നും പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ ഡോക്ടർമാർ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത സമരം ആരംഭിച്ചു. PG ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും ഹൌസ് സർജൻമാരും ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. OPയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചാണ് സമരം. രാവിലെ 8 മണിക്ക് ആരംഭിച്ച സമരം നാളെ രാവിലെ 8 മണി വരെ തുടരും. എന്നാൽ അത്യാഹിത വിഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം തുടരുന്നുണ്ട്. അടിയന്തര ശസ്ത്രക്രിയ, ലേബർ റൂം സേവനങ്ങളും തുടരുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുക, കേന്ദ്രീകൃത സംരക്ഷണ നിയമം നടപ്പാക്കുക, ഡോക്ടറുടെ കൊലപാതകത്തിന് കാരണമായ എല്ലാവരെയും 48 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടാണ് സമരം. ഡോക്ടർമാരുടെ സംഘടനയായ KGMOA ഇന്ന് സംസ്ഥാനത്ത് കരിദിനം ആചരിക്കുന്നുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും രാജ്യവ്യാപകമായി നാളെ രാവിലെ 6 മുതൽ 24 മണിക്കൂർ സമരം നടത്തും. അവശ്യ സേവനങ്ങൾ തടസ്സപ്പെടില്ലെന്നും അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുമെന്നും IMA പ്രസ്താവനയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വയനാട് ദുരന്തത്തെ ഒരു സമൂഹമെന്ന നിലയിൽ ഒറ്റക്കെട്ടായി സംസ്ഥാനത്തിന് നേരിടാൻ കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്ത ബാധിതരെ മാതൃകാപരമായി പുനരധിവസിപ്പിക്കാൻ സംസ്ഥാനത്തിന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ തദ്ദേശ അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളും പ്രവചനങ്ങളും നടത്താൻ കഴിയുന്നില്ല എന്ന പോരായ്മ നിലനിൽക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് വിലങ്ങാട് ഉണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമാകാതിരുന്നതിന് കാരണം അവിടെ താമസിച്ചിരുന്ന എല്ലാവരെയും മുൻകൂട്ടി മാറ്റാൻ കഴിഞ്ഞതാണ്. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒട്ടേറെ നടപടികൾ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെയും വിവിധ ഏജൻസികളുടെ മുന്നറിയിപ്പുകളിലൂടെയും നാട്ടറിവുകളുടെ ഭാഗമായും ഉണ്ടാകേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾ പ്രകൃതി ദുരന്ത സാഹചര്യങ്ങളിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാറുണ്ടെങ്കിലും ജനങ്ങൾ ഉന്നയിക്കുന്ന പരാതികൾ തീർക്കുന്നത് സംബന്ധിച്ച് അത്തരം സമീപനം ഉണ്ടാകുന്നില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യൻ ദൌത്യമായ ഗഗൻയാന്റെ ആദ്യ ആളില്ലാ ദൌത്യം ഈ വർഷം അവസാനത്തോടെ വിക്ഷേപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ISRO ചെയർമാൻ S. സോമനാഥ് പറഞ്ഞു. തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്ത് സ്പേസ് സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ 2 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഹോക്കി താരം PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാരും സ്പോർട്സ് കൌൺസിലും ഒളിമ്പിക് അസോസിയേഷനും ചേർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ ഇന്ന് സ്വീകരണമൊരുക്കും. മന്ത്രിമാരായ P. രാജീവ്, V. അബ്ദുറഹ്മാൻ, ജനപ്രതിനിധികൾ, കായിക താരങ്ങൾ തുടങ്ങിയവർ സ്വീകരണത്തിൽ പങ്കെടുക്കും. ഇന്നുച്ചയ്ക്ക് 2:30യോടെയാണ് PR ശ്രീജേഷ് കൊച്ചിയിൽ എത്തുന്നത്. വിമാനത്താവളത്തിൽ നിന്നും ആലുവ UC കോളേജിലേക്ക് വാഹന ജാഥയായി പോകുന്ന ശ്രീജേഷിന് വൈകിട്ട് ആലുവ UC കോളേജിലും പിന്നീട് കിഴക്കമ്പലത്തും സ്വീകരണ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും. ഇന്ന് പൂജകൾ ഉണ്ടാകില്ല. നാളെ മുതൽ 21 വരെ വിശേഷാൽ പൂജകൾ നടക്കും. തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ദർശനത്തിനെത്താൻ സൌകര്യമുണ്ട്. ചിങ്ങമാസ ദർശനത്തിന് എത്തുന്ന തീർത്ഥാടകർക്ക് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിൽ 5 ദിവസം കൂടി ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയുണ്ടാകും. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചത്. ഈ മാസം 19 വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS 8 വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച് ISRO. ചെറു ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SSLV-യുടെ 3ാം പരീക്ഷണവും വിജയം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കാതൽ മികച്ച ചിത്രം, പൃഥ്വിരാജ് മികച്ച നടൻ, ഉർവശിയും ബീന R. ചന്ദ്രനും മികച്ച നടിമാർ. വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനിൽ ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ ഡോക്ടർമാർ ഇന്ന് സമരത്തിൽ. ഹോക്കി താരം PR ശ്രീജേഷിന് കൊച്ചിയിൽ ഇന്ന് സ്വീകരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.